ആരോഗ്യം നല്ല ശ്രദ്ധിക്കേണ്ട സമയമാണ്. പരാജയപ്പെടുന്നത് നമ്മൾ പരിശ്രമം ഉപേക്ഷിക്കപ്പെടുക. നീ പഠിച്ചില്ലെങ്കിൽ, നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. ആ കത്ത് വായിച്ച എഡിസൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം വിക്കി പറഞ്ഞു, ഐ വാസ് ആൻ ഇഡിയറ്റ് ബട്ട് മൈ മദർ വാസ് എ ജീനിയസ്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? പക്വതയുള്ളവരായിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? പഠനാന്തരീക്ഷം ഒരുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? കമ്പാരിസൺ, താരതമ്യം ചെയ്യൽ പാടില്ല. നിങ്ങൾ ഭാഗ്യവാനാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? സ്വയം തീരുമാനിക്കാം. നിങ്ങൾക്കൊരു സമ്മാനം തരില്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ കണ്ടുപിടിക്കുന്ന സമ്മാനം എവിടെയെന്ന്. ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്ന് പറയും. ഓക്കെ, ഞാൻ ഹായ് എന്ന് പറയുമ്പോൾ ഹലോ എന്ന് പറയും. രണ്ടും പറയാണ്ടിരിക്കാൻ പറയും. ഏതെങ്കിലും ഒന്ന് പറയണം. ഹലോ, ഒന്ന് ഉഷാറിന് പറയുകളേ. ഹലോ, അതാണ് ഹായ്. ഹലോ, ഹായ്. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു നിങ്ങൾ ഇരിക്കുന്ന ബെഞ്ചിന്റെ അടിയിലേക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് തപ്പിയോക്കും. എന്തെങ്കിലും കിട്ടുമോ നോക്കി. ബാക്കി എന്തെങ്കിലും അറിയാം. എല്ലാവരും 1 2 3 തപ്പിക്കൊള്ളി. ഡെസ്കിന്റെ അടിയിൽ തപ്പേ. പെട്ടെന്ന് 2 മിനിറ്റ് തപ്പണം. ഇതിന് കിട്ടിയാൽ ഉടനെ ചാടി എണീക്കണം. കിട്ടിയത് ചാടി എണീക്ക്. ഇതാണ് നിങ്ങൾക്ക് സമ്മാനം. ഇനി ഉണ്ടാവും തപ്പിയൊക്കെ. ഇവിടെ മാത്രം തപ്പിയെടുക്കും. മറ്റൊരു പോയി തപ്പത്തെ അവനെ തപ്പാൻ പറ്റുള്ളൂ. കേട്ടാ? കിട്ടിയതല്ലേ? സാധനം കിട്ടിയോ? എത്ര ആൾ കിട്ടിയെന്ന് കൈ വെക്കും. 1 2 3 4 5 6 അതല്ല. ഭാഗ്യവന്മാര് സാധനം കാണാതിരിക്കുന്ന ആൾക്കാരുണ്ട്. തപ്പി നോക്കി താത്താക്കളെ ഇന്ത്യ കിട്ടും. ഉണ്ടാകുന്ന സാധനമാണ് ചെയ്യാൻ തൊടാതെ എങ്ങനെ ശരിയാകാം. അതാ കിട്ടി. ഇതേ കിട്ടിയുള്ളൂ. അതല്ല, നീ എന്ത് സാധനം അത് അവിടെ കിട്ടിയതാണ്. മുകളിൽ ഇപ്പോഴാണ് കിട്ടിയ സാധനം. തപ്പണ്ടോട്ട് തപ്പണ്ടേ? എന്താ ചെയ്യാം? അത് നിങ്ങളെ ഇങ്ങോട്ട് തപ്പി അപ്പുറത്ത് പോയി തപ്പി അങ്ങനെ ശരിയാണ്. ഡെസ്കിന്റെ അടിയിലാണ് ഞാൻ പറഞ്ഞത്, ബെഞ്ചിന്റെ അടിയിലല്ല. എന്താ ചെയ്യാം? ഓക്കെ, ഇനി ആരെങ്കിലും ഇരിക്കുന്നതിന്റെ അവിടെ ഇരിക്കുന്ന ഒന്നുകൂടി നല്ലോണം നോക്കിക്കോ. ഇപ്പൊ എത്ര ആൾക്ക് കിട്ടി? കയ്യിൽ നോക്കും. 1 2 ഇവിടെ നിന്ന് കിട്ടിയ 3 4 5 6 7 പോരാ. ഇത് നേരെ തപ്പി കുറച്ചെണ്ണം കിട്ടി തപ്പിക്കോളി. അവിടെ ആരും ഇരിക്കുന്നില്ലല്ലോ. അപ്പുറത്ത് തപ്പിക്കോളി. കിട്ടി. അവിടെ അതാ കിട്ടി. എന്താ ചെയ്യ? ഒന്ന് തപ്പി താത്തലൊക്കെ കഷ്ടപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി കാലിന്റെ പത്തിക്ക് നോക്കി. ഇവിടെ ഉണ്ടാവും. ഇവിടെ നോക്കി താത്ത. ഇങ്ങനെയായാലും മുട്ടായിട്ടിന്റെ കാര്യത്തിൽ കൂടി നമുക്ക് ഇങ്ങനെ കമ്പനിയാലോ കിട്ടിയില്ലേ? ഇനി ഞാൻ തപ്പിരിക്കണ്ടേ? എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടേണ്ടി. മുട്ടായി കാണുന്നുണ്ട്. തപ്പി കിട്ടിയല്ലേ? കിട്ടിയില്ലേ? കിട്ടിയില്ലേ? കിട്ടി. ഇവിടെ കിട്ടിയില്ലേ? തപ്പിയോ? ശരിക്കും നാട്ടിലാക്കാൻ ഇവിടെ ആരും കിട്ടിയില്ല. അഞ്ചാമത്തെ പോയിന്റ് ഹെൽത്ത് ആണ്. എന്താ ഹെൽത്ത്? ആരോഗ്യം നല്ല ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അറിയോ? 1, ഹെൽത്ത് നഷ്ടപ്പെടാത്ത ഭക്ഷണം. ഭക്ഷണത്തിൽ ഹെൽത്ത് നഷ്ടപ്പെടുന്ന ഭക്ഷണമുണ്ട് ഇല്ലേ? കളി തമാശയൊക്കെ പോയി ഭയങ്കരമായിട്ട് ഫുഡ് അടിച്ച് കയറ്റി എന്നുള്ളതാണ്. പക്ഷെ അധികം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ക്ഷീണം വരും, ഉറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ, എനർജി കുറയും. നമ്മൾ വിചാരിക്കും നല്ല കഴിച്ചാൽ നല്ല എനർജി ഉണ്ടാവില്ല. കൂടുതലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. ബിരിയാണി, മന്തി,
പൊറോട്ട പോലുള്ള സാധനങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കാതിരിക്കുക. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് മാത്രം കൊടുക്കുക. പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുക. വല്ലാതെ പൊരിച്ചത് കുറച്ചൊന്നും കൊടുക്കാതിരിക്കുക. അതൊക്കെ ദഹനത്തിന് വലിയ സമയമെടുക്കുന്ന കൂടുതൽ എനർജി ആവശ്യമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. കൂടുതലും പച്ചക്കറി കൊടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള സാലഡുകൾ കൊടുക്കുക. കുടിക്കാൻ നല്ലോണം വെള്ളം കൊടുക്കുക. നല്ല തിളപ്പിച്ചാറിയ വെള്ളം ജീരകമൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി ഉഷാറുണ്ടാവും. അല്ലെങ്കിൽ ഈ ദാഹശമനിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറുണ്ടാവും. തണുത്ത വെള്ളം കുടിക്കാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ വെള്ളം ധാരാളം കൊടുക്കുക. ഭക്ഷണം ക്രമീകൃതമായ ആഹാരം കൊടുക്കുക. കൂടുതൽ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഇനി ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്തോളൂ. വല്ലപ്പോഴൊക്കെ കുറച്ച് ഇനി കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പള്ളർച്ച തിന്നാൽ മാത്രം കൊടുക്കരുത്. മനസ്സിലായോ? ഭക്ഷണത്തിൽ നല്ല ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞാൽ വല്ലാതെ പിന്നെ ഓടി ചാടിക്കൊണ്ടുള്ള ഫുട്ബോൾ പോലെയുള്ള കളികൾ, ക്രിക്കറ്റ് പോലുള്ള കളികൾ, ഓട്ട മത്സരങ്ങൾ ഇതൊന്നും പറഞ്ഞേക്കാതിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ പരീക്ഷ സമയത്ത് കുട്ടിക്ക് വലതെ കൈയിന് അപകടം പറ്റിയ പരീക്ഷ എഴുതാൻ പറ്റുമോ? വലത് കാലിന് അപകടം പറ്റി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റുമോ? ബുദ്ധിമുട്ടായില്ലേ? പിന്നെ അതിന്റെ നൂലാമാലയായിട്ട് നടക്കേണ്ടത് കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസവും വളരെ എന്താ പറയുക പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? ഹെൽത്തില് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഹെൽത്തില് ഞാൻ പറഞ്ഞത് എന്താണ്? ഒന്ന്, ഹെൽത്തി ഫുഡ് കൊടുക്കുക, ഹെൽത്തി പ്ലേ, അല്ലെ? നല്ല ആരോഗ്യത്തിന് ദോഷമില്ലാത്ത രീതിയിലുള്ള എന്നാൽ വ്യായാമവും ഒരു ഉണർവൊക്കെ കിട്ടാൻ പറ്റുന്ന ചെറിയ ചെറിയ കളികൾ കളിക്കുക. ഉറങ്ങട്ടെ. ഒരു 6-7 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അത് രാത്രി 3 മണിക്കൂർ പകൽ, 3 മണിക്കൂർ രാത്രിയല്ല. ഒറ്റ ഉറക്കം, രാത്രിയിലെ ഉറക്കം 6 to 7 hours ഉറങ്ങട്ടെ. അവിടെ അപ്പം മാത്രമേ കുട്ടിക്ക് ഒരു ഉണർവ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിയായ ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ കളികൾ, പിന്നെ ഹെൽത്ത് പ്രാക്ടീസസ്, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, വൃത്തിയായിട്ട് പിന്നെ സ്കൂളിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കയറുക, കൈ കഴുകാൻ പറയുക. ഇങ്ങനെയുള്ള ഇപ്പം നമുക്കറിയാം ലോകം വലിയൊരു മഹാമാരിയുടെ പിടിയിൽ നിന്ന് ഇനിയും മോചിതമായിട്ടില്ല. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഒരു വെല്ലുവിളി വരികയാണെങ്കിൽ അത് അവരുടെ ഭാവിയെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കരുതലോടെ ഇരിക്കുക. വീട്ടിൽ ആർക്കും അസുഖം വരാതെ നോക്കേണ്ട ചുമതല, കുട്ടിക്കും അസുഖം വരാതെ നോക്കേണ്ട ചുമതല നമ്മുടെയാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് ഞാൻ പറയാതെ പോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? വീട്ടിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാതിരിക്കും, കുട്ടിയോട് പറയാതിരിക്കും. എങ്ങനെ? നീ പഠിച്ചില്ലെങ്കിൽ, നിനക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം വെച്ചാല് ഈ കുട്ടി ആ ഭീഷണിയുടെ പുറത്ത് കുട്ടി പരമാവധി പരിശ്രമിക്കുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ കുട്ടിക്ക് കൂടുതൽ ഭയം ഉണ്ടാവുകയും ഒരു പക്ഷേ പരീക്ഷ തന്നെ എഴുതാൻ പറ്റാത്ത രീതിയിൽ കുട്ടി ഭയം കൊണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഇതേപോലെ പരീക്ഷയ്ക്ക് നിനക്ക് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി പരീക്ഷ കഴിഞ്ഞ അന്ന് രാത്രി നാട് വിട്ടു. ആരോടും പറയാതെ, ഒരു ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ആ കുട്ടി സ്ഥലം കലിയും. ദിവസങ്ങളോളം അന്വേഷിച്ച് നടന്ന് മധുരയിൽ വെച്ചാണ് ഈ കുട്ടിയെ കണ്ടുപിടിച്ചത്. മധുരയിൽ വെച്ച് കണ്ട് അവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞ് എങ്ങനെയോ അവരവിടെ ഈ കുട്ടിയെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് ഇവർ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ട് ആ മോനെ കണ്ടിട്ട് പിന്നെ എന്താ പറയുക ഉറക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ അവനെ ആശ്വസിപ്പിച്ച് വണ്ടിയിലൊക്കെ കയറ്റി തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ മോൻ ചോദിച്ചു, അമ്മേ കണക്ക് പരീക്ഷയുടെ പേപ്പർ കിട്ടിയോ ചോദിച്ചു. കണക്ക് പരീക്ഷയുടെ പേപ്പറിൽ മോനെ നിനക്ക് A+ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അമ്മയ്ക്ക് അതല്ല വേണ്ടത്, അമ്മയ്ക്ക് നിന്നെയാണ് വേണ്ടത്. മാർക്ക് ആർക്ക് വേണം? നീ എൻ്റെ മോനാണ്, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ പൊട്ടിക്കറിഞ്ഞത്. ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നത്. അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നിനക്കത് കിട്ടിയില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികൾ പാടില്ല. അതുപോലെ ഓഫേഴ്സ് കൊടുക്കും. നീ അത് ചെയ്താൽ ഇത് ചെയ്യാം, മോട്ടോർ സൈക്കിൾ പഠിച്ചു തരാം എന്നൊക്കെ പറയാം.
കാരണം ഈ കുട്ടികൾക്ക് എന്നറിയോ, പെട്ടെന്ന് അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യം കൊടുക്കാന്ന് പറഞ്ഞ കാര്യം കിട്ടിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് നമ്മളെ പോലെ അവരുടെ ഇമോഷൻസ് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളല്ല. അപ്പോൾ അവരുടെ ഒരു ഇമോഷൻ മാനേജ്മെന്റ് അത്ര വീക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, അത്ര ശക്തമായ കണ്ടീഷൻസ് ഒന്നും വെക്കരുത്. ഇനി ആറാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്, ഈ പരീക്ഷ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതത്തിലെ അവസാന വാക്കൊന്നുമല്ല. ഒരു പരീക്ഷ എന്നല്ല ഒരാളുടെ ജീവിതം തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് SSLC പരീക്ഷ എന്നും ഒരാളുടെ ജീവിതം തീരുമാനിക്കണില്ല. പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവൻ്റാണ്, അതൊരു ഫൈനൽ ആയിട്ടുള്ള ഈവൻ്റ് അല്ല. പരാജയം എന്ന് പറഞ്ഞാൽ അടുത്ത പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്, ഒരു സ്റ്റെപ്പാണ്. പരാജയപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയൂ? ജീവിതത്തിൽ ആരും പരാജയപ്പെടുന്നത് പരിശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ്. പരിശ്രമം ഉപേക്ഷിക്കുന്നവരാണ് പരാജയപ്പെടുന്നത്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം എഴുതി തോറ്റു, 2 പ്രാവശ്യം എഴുതി തോറ്റു, ശരി ഇനി ഞാൻ എഴുതുന്നില്ല തീരുമാനിച്ചാൽ അയാൾ തോറ്റു, അയാളുടെ ജീവിതകാലം മുഴുവൻ തോറ്റു അല്ലേ? വീണ്ടും എഴുതുന്നു പാസ്സാവുന്നുവെങ്കിൽ തോറ്റു പറയാൻ പറ്റും? പിന്നെ അയാൾ തോറ്റിട്ടേ ഇല്ല അല്ലേ? അയാൾ ജയിച്ചു, ഫൈനലി സക്സീഡ് ചെയ്തു. സോ പരാജയപ്പെടുക എന്ന് പറയുന്നത് വിജയത്തിന്റെ ആദ്യപടിയാണെന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണ്? പരാജയപ്പെടുന്നത് നമ്മൾ പരിശ്രമം ഉപേക്ഷിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി പരീക്ഷ ഇതോടെ അവളുടെ വിധി നിർണയിക്കാൻ പോവുകയാണ്, നീ ആരാകും എന്നതിന്റെ വിധി നിർണയമാണ് നടക്കാൻ പോകുന്നതെന്ന് കുട്ടിയോട് പറയാതിരിക്കുക. തോറ്റ് പിന്നെയും തോറ്റ് വിജയിച്ച ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓരോ തോൽവിയും ഓരോ അനുഭവമാണ്. ഓരോ തോൽവിയും നമ്മളെ പുതിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തോൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. കുട്ടി ഒന്ന് തോറ്റു, ഇനി അഥവാ കുട്ടിക്ക് A+ കിട്ടിയില്ല, D പോലും കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നിരാശപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നിരാശ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട മാനസിക ബലം, മാനസിക ഊർജം കൊടുക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തളരാതിരിക്കും. പരീക്ഷയൊന്നും ഒരു അവസാനമല്ല. സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും സഹായിക്കുന്നത്. ആണോ? ലാസാഗു നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ലാസാഗു എന്താണ് മറ്റേ വേറെ കുറെ കണക്കിൽ കുറെ സംഖ്യ കേട്ടാൽ തന്നെ മണ്ടയ്ക്ക് കിട്ടിയതിന്റെ ഓർമ്മ വരികയും ചെയ്യുന്നത്. സൈന് കോസ് തീറ്റ, എന്ത് തീറ്റ? അന്ന് ഒരു തീറ്റ ഇല്ലാതെ നടക്കുന്ന സമയത്ത് സൈനും കോസും തീറ്റ. ഇതിലെന്താ കാര്യം? എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു കാര്യമില്ല. ജീവിതത്തിന്റെ ചോദ്യപേപ്പർ ഒന്ന് വേറെയാണ്. പരീക്ഷയിൽ നിന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ ഉത്തരം കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കോപ്പി അടിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ പരീക്ഷ ഒന്ന് വേറെയാണ്, അവരുടെ പരീക്ഷ ഒന്ന് വേറെയാണ്. ജീവിതം എന്ന പരീക്ഷയിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അതിനു വേണ്ട ഊർജ്ജമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടത്. അല്ലാതെ ഒരു പരീക്ഷ തോറ്റു എന്നതൊന്നും വലിയ ഒരു തെറ്റോ കുറ്റമോ പാപമോ ഒന്നും അല്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുക. ഇത് പോയിട്ട് സാറെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മഴ തോൽക്കണമെന്നും വലിയ പ്രശ്നമൊന്നുമല്ല, 4 വട്ടം തോൽക്കുന്നത്രേ എന്ന് പോയി പറഞ്ഞാൽ ഓൾക്ക് അപ്പം ഭയങ്കര മാനസിക ഊർജമായിരിക്കും. എന്താ പറയാ, തന്നെ എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ അറിയാം. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം. കാരണം എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ നമുക്കിനി പോയിന്റുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. അതുവരെ കഴിഞ്ഞ പോയിന്റുകൾ ആരെങ്കിലും ചാടിയിട്ട് 6 പോയിന്റ് പറയാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയൂ. യെസ്, സമയം തരാം. ഒറ്റ തെറ്റിക്കോട്ടെ, തെറ്റട്ടെ, തെറ്റി ശരിയാണ്. 6 പോയിന്റ്. സഞ്ജയ്
ആരെന്നെ പറഞ്ഞേ സ്വീകരിക്കുക. അതൊക്കെ ടാറ്റ പറഞ്ഞു അല്ലേ? ആ നിങ്ങളെ കുട്ടി എ പ്ലസ് ആയത് വെറുതെ അല്ല, ഇമ്മ എ പ്ലസ് ആണ്, ഇമ്മ ഫുള്ള് എ പ്ലസ് ആണ്. പിന്നെ എങ്ങനെ മോളെ എ പ്ലസ് ആയിരിക്കുക? സന്തോഷമായി. വളർന്നു കയറി വന്ന ആളല്ല ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് എന്ന് അഭിപ്രായമുള്ള ആൾക്കാർ, വിശ്വാസമുള്ള ആൾക്കാർക്ക് കൈകൊണ്ടു. നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ചിന്താഗതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും കൈകൊണ്ടു. സന്തോഷമായി. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. നല്ല മാതാപിതാക്കളായിരിക്കുക എന്നത്, അപ്പോൾ നല്ല മാതാപിതാക്കളായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രൂരരായ മാതാപിതാക്കൾ, ചരിത്രത്തിൽ ക്രൂരരായി രേഖപ്പെടുത്തപ്പെട്ടുള്ള ആൾക്കാരെല്ലാം ക്രൂരമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ അച്ഛൻ മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറടിക്കുമായിരുന്നു ഹിറ്റ്ലർ. ഏറ്റവും വലിയ ക്രൂരനാണ് ഹിറ്റ്ലർ അല്ലേ? ഗ്യാസ് ചേമ്പറിലിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ കഥയൊക്കെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആ ഹിറ്റ്ലറുടെ അച്ഛൻ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു ഹിറ്റ്ലറുടെ ബാല്യകാലത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ വലിയ നേട്ടം നേടിയിട്ടുള്ള ആൾക്കാരെല്ലാം വലിയ രീതിയിൽ സ്നേഹം വാങ്ങിയവരും സ്നേഹിക്കപ്പെട്ടവരുമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം ഒരു കത്തുമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വന്ന് അമ്മ കുട്ടിയെ കാത്തിരിക്കുകയാണ്. കുട്ടി വന്നിട്ട് അമ്മേ, ടീച്ചർ ഒരു കത്ത് തന്നിട്ടുണ്ട് എന്ന് പറയും. ആ ടീച്ചർ കൊടുത്ത കത്ത് അമ്മ വായിച്ചു. ഒരു നിമിഷം അമ്മ സ്തബ്ധയായി നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ. അമ്മയുടെ മുഖഭാവം മാറ്റം കണ്ടപ്പോൾ കുട്ടി ചോദിച്ചു, അമ്മ എന്താണ് കത്തിൽ, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് കത്ത് വായിച്ചിട്ട് സന്തോഷം കൊണ്ടാണ് ഞാൻ ഒരു നിമിഷം സ്തബ്ധയായി നിന്നത്. ഈ കത്തിൽ പറയുന്നത് മോന്റെ അച്ഛൻ അല്ല, മോന്റെ ടീച്ചർ ഈ കത്തിൽ പറയുന്നത്, നീ നല്ല മിടുക്കനാണ്, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്, നിനക്ക് നല്ല രീതിയിൽ മറ്റുള്ള കുട്ടികളുമായി ഇടപഴകാനുള്ള കഴിവുള്ള കുട്ടിയാണ്, നല്ല രീതിയിൽ അധ്യാപകരുമായി ഇടപഴകുന്ന കുട്ടിയാണ്, ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ ഇനി സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല, വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, സ്കൂളിലേക്ക് വന്ന് സമയം കളയേണ്ടതില്ല എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ട് അമ്മ ഈ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും പുറത്ത് തലോടുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടിക്ക് വളരെ സന്തോഷമായി. ഈ കുട്ടി കുറേ ഈ ടെക്നിക്കൽ മൈൻഡുള്ള ഒരു കുട്ടിയാണ്. കുട്ടി എന്ത് ചെയ്യുന്നു, തൻ്റെ കളിപ്പാട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കളിപ്പാട്ടങ്ങളൊക്കെ നുള്ളിക്കട്ടഴിക്കുക ചെയ്യുക. കളിക്കുന്നതിന് മുമ്പ് അത് നുള്ളിക്കട്ടഴിക്കുക ചെയ്യുക. വീട്ടിലുള്ള ചെറിയ ഉപകരണങ്ങളൊക്കെ കുട്ടി നുള്ളിക്കട്ടഴിക്കും. അങ്ങനെ അവിടെ എന്ത് ഉപകരണം ഉണ്ടെങ്കിലും അഴിക്കാൻ പറ്റിയതാണെങ്കിൽ അഴിക്കും, കെട്ടഴിക്കാൻ പറ്റിയതാണെങ്കിൽ തല്ലിപ്പൊളിക്കാൻ പറ്റിയാണ് തല്ലിപ്പൊളിക്കും. ഇങ്ങനെ എല്ലാതും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു ഈ കുട്ടി. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് കൂടുതൽ അന്വേഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കൂടുതൽ ബുദ്ധി നിലവാരം മെച്ചപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങളായിട്ടും മറ്റുമൊക്കെ ആയിട്ട് ടൂൾ കിറ്റുകളൊക്കെ ആയിട്ട് പല തരത്തിലുള്ള സമ്മാനങ്ങൾ കുട്ടിക്ക് കൊണ്ടുവന്നു. കുട്ടിയുടെ കൂടെയിരുന്നു, കുട്ടിയെ സഹായിച്ചുകൊണ്ടേയിരുന്നു, കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുട്ടി വളർന്നു വലുതായി ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറി. മറ്റാരുമായിരുന്നില്ല, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച് മനുഷ്യ ജീവിതത്തിലെ മാറ്റത്തിന്റെ വലിയ ഒരു കണ്ടുപിടുത്തം നടത്തിയ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ആ കുട്ടി. ലോകത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റിയ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച നമ്മുടെയൊക്കെ ഇന്ന് നമുക്ക് ജീവിതം വളരെ ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഏത്? ഇലക്ട്രിക് ബൾബ് അല്ലേ? ആ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച, ലോകം അറിയപ്പെടുന്ന, ആദരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു തോമസ് ആൽവ എഡിസൺ. അങ്ങനെ എഡിസൺ തൻ്റെ ബഹുമതിയുടെ പാരമ്യതയിൽ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പോപ്പുലാരിറ്റിയുടെ അതിൻ്റെ പീക്കിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ മരിച്ചു പോവുകയാണ്. അമ്മ മരിച്ചുപോയി. ഒരു ദിവസം തോമസ് ആൽവ എഡിസൺ അമ്മയുടെ ഒരു പെട്ടി
എന്തോ ഒരു കാര്യം അന്വേഷിക്കുന്നതിനിടയ്ക്ക് പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിനൊരു കത്തിൽ ഈ കത്ത് പരിചയമുള്ളതാണല്ലോ എന്ന് കരുതി തുറന്നു നോക്കിയപ്പോൾ തന്റെ ക്ലാസ് ടീച്ചറുടെ ഒപ്പം സ്കൂളിന്റെ സീലും വെച്ചിട്ടുള്ള ഒരു കത്തായിരുന്നു. ആ കത്തിൽ എഴുതിയിട്ടുള്ളതായിരുന്നു എന്തായിരുന്നു എന്നറിയോ? യുവർ സൺ ഈസ് ആൻ ഇഡിയറ്റ്. നിങ്ങളുടെ മകൻ ഒരു വിഡ്ഢിയാണ്. വി കാൺ ടീച്ച് ഹിം. ഞങ്ങൾക്ക് അവനെ പഠിപ്പിക്കാൻ കഴിയില്ല. ടേക്ക് ഹിം എവേ ഫ്രം സ്കൂൾ. അവനെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുക എന്നായിരുന്നു ആ കത്തിൽ. ആ കത്ത് വായിച്ച എഡിസൺ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം വിക്കി പറഞ്ഞു, ഐ വാസ് ആൻ ഇഡിയറ്റ് ബട്ട് മൈ മദർ വാസ് എ ജീനിയസ്. ഞാനൊരു ഇഡിയറ്റ് ആയിരുന്നു, പക്ഷേ എൻ്റെ അമ്മ ബുദ്ധിമതിയായിരുന്നു, ജീനിയസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ അമ്മ അന്ന് ആ ടീച്ചർ എഴുതിയ വാക്കുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ലോകത്തിന് എഡിസൺ എന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ നഷ്ടപ്പെടുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടല്ല അവരെ നമ്മൾ വിലയിരുത്തേണ്ടത്. നല്ല മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് തന്നെ വിലയിരുത്തും. മറ്റുള്ളവരുടെ വാക്കുകളിലും മാർക്കുകളിലും അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ നല്ല രക്ഷിതാക്കളാകാൻ നമ്മൾ ഈ കഥ എന്നും ഓർക്കുക. എഡിസനെ പോലെയുള്ള ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ധാരാളം വൈവിധ്യവും ധാരാളം മികവുകളുമുള്ള കുട്ടികളാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളിവിടെ ഇരുന്ന് വന്നിരിക്കാനുള്ള കാരണം നിങ്ങളുടെ മക്കളാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ഇരിക്കില്ല. ശരിയല്ലേ? അതുകൊണ്ട് നല്ല മക്കളായി വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് അവരെ എന്താ പറയുക മാറ്റിയെടുക്കാനും ഒക്കെയുള്ള പക്വതയുള്ളവരായിരിക്കും. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ നമുക്ക് A+ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ രീതിയിലൊരു ഇടപെടലുകൾ എപ്പോഴും വീട്ടിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പ്രചോദനാത്മകമായ രീതിയിൽ നിങ്ങൾ അവരെ പരിഗണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലക്ഷ്യം അവർക്ക് നേടിക്കൊടുക്കാൻ വലിയൊരു പങ്ക് വഹിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാ കുട്ടികളും A+ വാങ്ങട്ടെ, എല്ലാ വിഷയത്തിലും A+ വാങ്ങട്ടെ. അതിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി സഹകരിച്ചുകൊണ്ട് നമുക്ക് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള വളരെ പ്രചോദനാത്മകമായ ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പല കാര്യങ്ങളും ഞങ്ങൾ മറന്നു പോകാറുണ്ട്. അപ്പം അതെല്ലാം ഞങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു തന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അതായത് ഇപ്പോൾ കുട്ടികളോട് ഫ്രണ്ട്ലി ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി ആവാറുണ്ട്, പക്ഷെ പലപ്പോഴും അവരെ കേൾക്കാൻ നമുക്ക് സമയം ഉണ്ടാവാറില്ല. സത്യം അതിൻ്റെ ആ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വല്ലാതെ മനസ്സിലാക്കി തന്നു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റി. അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പല സമയത്തും നമ്മൾ കമ്പയർ ചെയ്യാനും അതുപോലെ പിന്നെ അവരോട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് ഓരോന്ന് പറയാറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി തന്നു. അപ്പോൾ നല്ലൊരു ക്ലാസ്സായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നന്ദി. ആ ക്ലാസ് ഒരുപാട് മനസ്സിനെ ടച്ച് ചെയ്തു. എല്ലാവരും ഇമോഷണലായി. പല സമയങ്ങളിലും കുട്ടികളോട് നമ്മൾ അറിയാതെ അവരെ പെരുമാറിയിട്ടുണ്ട്. അത് വളരെ മനസ്സിലായി കഴിഞ്ഞു. നന്ദി. കൂടെ നിൽക്കുക, അവർക്ക് പഠനത്തിലായാലും ജീവിതത്തിലായാലും എല്ലാ കാര്യത്തിലും നമ്മൾ മക്കളുടെ കൂടെ നിൽക്കുക. ചെറുപ്പം മുതൽ തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും നമ്മൾ കൂടെ നിൽക്കാനുണ്ടാവുക. ഒരു ഫ്രണ്ടിനെ പോലെ അവരോട് നമ്മൾ പെരുമാറാൻ ഉണ്ടാവുക. എല്ലാ സമയത്തും അവർക്ക് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ മക്കളെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുക. ഒരുപാട് സമയം പിടിച്ചിരുത്തുന്ന ഒരു സംസാരമായി. ഞാൻ കുറേ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല, എന്നാലും ഇന്ന് എനിക്കിത് കേട്ടപ്പോൾ എന്തോ ഇപ്പം പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു പിടിച്ചിരുത്തുന്ന, ഞാനിങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കാറില്ല, അതുകൊണ്ട് എനിക്ക് പിടിച്ചിരുത്തുന്ന ക്ലാസ്സായി മാറി. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടാണ് തോന്നിയത്. രാംദാസ് മാഷ്
വളരെ പിടിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നെനിക്ക് മനസ്സിലായി. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ രക്ഷിതാക്കളാണ് കാര്യമായി ഇടപെടേണ്ടത്. ഇടപെട്ടാൽ അവൾക്ക് 100% A+ നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് വേണ്ട ഹെൽത്ത് ഫുഡ്, പിന്നെ വീട്ടിലെ സൗകര്യങ്ങളെ ഒക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് 100% വിജയസാധ്യത തന്നെയാണെന്നാണ് ഓർമ്മിക്കുന്നത്. ഇതുവരെ ക്ലാസ് എടുത്ത രാംദാസ് മാസ്റ്റർ കൂടുതൽ അഭിനന്ദനം. സാറ് പറഞ്ഞ എഡിസന്റെ കഥ എല്ലാവരും കേൾക്കുന്നു. നമ്മൾ ശരിക്കും ചിലപ്പോൾ പല പുസ്തകങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതായിട്ടല്ല അവരോട് മോശമായിട്ടൊക്കെ പെരുമാറുന്നത്. സാറ് പറഞ്ഞപ്പോഴാണ് നമ്മളത് മറച്ചു വെച്ച് അവരോട് പോസിറ്റീവായിട്ടാണ് പെരുമാറുന്നത് മനസ്സിലായത്. ഈ ക്ലാസ് നല്ലത് ഞാൻ അവസാനമാണ് ക്ലാസ്സിൻ്റെ പങ്കെടുത്തായിട്ട് ക്ലാസ് കേട്ടപ്പോൾ മുതൽ നല്ലൊരിതുണ്ട്. നല്ല ഫീല് ആദ്യം മുതൽ കേൾക്കാൻ വരാൻ പറ്റിയ ആദ്യം മുതൽ അതിൻ്റെ ഫീല് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, അത് പ്രകടിച്ച് പറയാൻ പറ്റുന്നില്ല. അതാണ് എങ്ങനെ പറയാനുള്ളത്. അതൊരു ഇതാണ് കുട്ടികളുടെ ഇഷ്ടം തന്നെ ഉണ്ടല്ലോ. സാറ് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമായി. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ സാറിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചാണ്. അധ്യാപകരൊക്കെ നല്ല പറഞ്ഞു മനസ്സിലാക്കി എത്ര അറിയില്ലെങ്കിൽ അവർ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ പിന്നെ അവർ ആരും മോശമാക്കിയിട്ട് കുട്ടികളെ പറയുന്നില്ല. നല്ലൊരു ഇതായിട്ട് അവർ വിജയിക്കും എന്നുള്ളൊരു തന്നെയാണ് ക്ലാസ്സിൽ അധ്യാപകരൊക്കെ വേണം. അപ്പോൾ അവർക്ക് പഠിക്കാൻ കൂടുതൽ പ്രചോദനമാണ്. പക്ഷെ ക്ലാസ് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമപ്പെട്ടു. ചേർത്ത് അവരുടെ ഇഷ്ടമല്ലായിട്ടല്ല, നമ്മൾ ഒരു